എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 23-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ലോഞ്ചസ് വിഷൻ പോർട്ടൽ ഫോർ നർച്ചറിംഗ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻ അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഇനോഗ്രേറ്റ് ചെയ്തത് വികസിത് ഭാരത് ഇനീഷ്യേറ്റീവ് ഫോർ സ്റ്റുഡൻറ്റ് ഇന്നോവേഷൻ ആൻഡ് ഔട്ട്റീച്ച് നെറ്റ്വർക്ക്. അതിൻ്റെ ഫുൾ ഫോമാണ്, വിഷൻ്റെ ഫുൾ ഫോമാണത്. എയിംഡ് അറ്റ് നർച്ചറിങ് എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ എമംഗ് അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രന് ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിഷൻ പോർട്ടൽ ഇപ്പോൾ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെക്കൻഡ് ഇന്ത്യ കാരികോം സമ്മിറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. എന്നാൽ ഈ ന്യൂസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ജർണാഡ മിസ്റ്റർ ഡിക്കോൺ മിച്ചൽ, ദ കറണ്ട് കാരികോം chaired the second India CARICOM Summit in Georgetown on 20th November 2024. അപ്പോൾ ഇന്ത്യ കാരികോം സമ്മിറ്റ് 2019-ലാണ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ എഡിഷനാണ് ഇന്ത്യ കാരികോം സമ്മിറ്റ് ജോർജ് ടൗൺ ഓൺ 20th November 2024 നടന്നു കഴിഞ്ഞു. നമ്മൾക്ക് ഈ ന്യൂസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഇത് എന്താ പറയുക, ഇന്ത്യ കാരികോം സമ്മിറ്റ് നടന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ബാക്കി ഡീറ്റെയിൽസും വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ബീഹാർ ടു ഹോസ്റ്റ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആൻഡ് പാരാ ഗെയിംസ് ഇൻ April 2025. ഡോക്ടർ മണ്ഡാവിയ. അപ്പോൾ എന്താണ് അത് എന്ന് നമുക്കൊന്ന് വായിക്കാം. ബീഹാർ വിൽ ഹോസ്റ്റ് ദ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഇൻ April നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബീഹാറിൽ വെച്ചായിരിക്കും നടക്കുക. എ ഫ്ലാഗ്ഷിപ്പ് ഇവൻറ്റ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, ബീഹാർ വിൽ ബി എ ന്യൂ അഡീഷൻ ടു ദ ഖേലോ ഇന്ത്യ മാപ്പ് ഓഫ് ദ കൺട്രി. ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇൻ ലൈൻസ് ഓഫ് സമ്മർ ഒളിമ്പിക്സ്, ദ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വിൽ ഓൾസോ ബി ഹെൽഡ് ഇൻ ബീഹാർ. അതേപോലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസും ഈ ബീഹാറിൽ വെച്ചിട്ട് തന്നെയായിരിക്കും നടക്കുക. The Para Games will follow the Youth Games and there will be a 10 to 15 days gap between the two games. The first edition of Para Games was held in Delhi last year. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ ഓഫ് പാരാ ഗെയിംസ് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. Previously, the Khelo India Youth Games 2023 were held in Tamil Nadu in January this year. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം നടക്കുമെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് 2023-ലായിരുന്നു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 were held in Tamil Nadu in January this year. 2023 എഡിഷൻ നടന്നത് ഈ വർഷം ജാനുവരിയിലായിരുന്നു നടന്നത്. We encourage athletes to make the most of facilities available across the country. അതാണ് മൻസുഖ് മണ്ഡാവിയ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ ആൻഡ് മൻസുഖ് മണ്ഡാവിയ ലോഞ്ച് ജോബ്സ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് റിപ്പോർട്ട് ബൈ വേൾഡ് ബാങ്ക്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനും മൻസുഖ് മണ്ഡാവിയൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ജോബ്സ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് റിപ്പോർട്ട്. വേൾഡ് ബാങ്ക് ആണത് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. Union Minister for Education Shri Dharmendra Pradhan along with Minister of Labour and Employment and Youth Affairs and Sports Dr. Mansukh Mandavia launched a report titled Jobs at Your Doorstep, a jobs diagnostic of our youth people in 6 states at an event in New Delhi. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ഇവൻറ്റിലാണിത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ആണ് ധർമ്മേന്ദ്ര പ്രധാൻ. മൻസുഖ് മണ്ഡാവിയ കുറച്ച് പോർട്ട്ഫോളിയോസ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രിയാണ് ഹോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI and Maldives Monetary Authority sign MOU to promote use of local currencies in cross-border transactions. അപ്പോൾ RBIയും മാൽദീവ്സ് മോണിറ്ററി അതോറിറ്റിയും സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു MOU.
അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കറൻസീസ്, ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസിൽ ലോക്കൽ കറൻസീസ് യൂസ് ചെയ്യാൻ, അതിൻ്റെ യൂസേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. RBIയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ മാൽദീവ്സ് മോണിറ്ററി അതോറിറ്റിയും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. Reserve Bank of India and the Maldives Monetary Authority have signed a memorandum of understanding to establish a framework for promoting the use of local currencies, Indian rupee and Maldivian rufiya in cross-border transactions. The MOU was signed by RBI Governor Shaktikanta Das and MMA Governor Ahmad Munawar in Mumbai. മുംബൈയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ദ MOU എൻകറേജസ് ദ യൂസ് ഓഫ് ഇന്ത്യൻ റുപ്പി ആൻഡ് മാൽഡീവിയൻ റുഫിയ ഇൻ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതായത് ഇന്ത്യൻ റുപ്പി ലോക്കൽ കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി ഇന്ത്യക്കും അതേപോലെ മാൽദീവിയൻ റുഫിയ മാൽദീവ്സിനും കറണ്ട് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കും. പെർമിസിബിൾ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ എക്കണോമിക് ആൻഡ് ഓർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എഗ്രീഡ് അപ്പോൺ ബൈ ബോത്ത് കൺട്രീസ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ gets RBI nod to enter insurance business through joint venture with the Generali Group. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഗോട്ട് അപ്രൂവൽ ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ to enter the insurance business through a joint venture with Generali Group under FGIICL and FGILICL. In a filing to stock exchanges, the state-owned bank said the RBI accorded the approval via a letter dated November 21st, 2024. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് RBIയുടെ അപ്രൂവൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇൻഷുറൻസ് സെക്ടർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻറ്റ് വെഞ്ചർ, അതായത് ജനറാലി ഗ്രൂപ്പായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ജോയിൻറ്റ് വെഞ്ചറായിട്ട് മാറിയിട്ടാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DPIIT ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് gives nod to Hinduja Group firm IIHL for acquisition of RCAP, Reliance Capital Limited RCAP. So Department of Promotion of Industry and Internal Trade has given a go-ahead to Hinduja Group firm IIHL for acquisition of debt-ridden Reliance Capital Limited. DPIIT approval was required as some of the shareholders of Indus IND International Holdings are residents of Hong Kong, a special administrative region controlled by China. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിക്കാം. അപ്പോൾ DPIITക്ക് ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. ഫേം IIHL ഫോർ അക്വിസിഷൻ ഓഫ് RCAP അക്വയർ ചെയ്യാനുള്ള അപ്രൂവലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, ബാക്കി ഡീറ്റെയിൽസും വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ സൈൻ എയർ ടു എയർ റീഫ്യൂവലിംഗ് എഗ്രിമെൻറ്റ് ഫോർ ഡിഫൻസ്. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടിയിട്ട് എയർ ടു എയർ റീഫ്യൂവലിംഗ് എഗ്രിമെൻറ്റ്, ഡിഫൻസിലേക്ക് വേണ്ടിയിട്ടുള്ള റീഫ്യൂവലിംഗ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ ടുക്ക് ദെയർ കോപ്പറേഷൻ എ സ്റ്റെപ്പ് ഫർദർ. The two nations signed an arrangement of allowing the Royal Australian Air Force and the Indian Armed Forces to conduct air-to-air refueling. Under the agreement, the RAAF's KC-30A multi-role tanker transport will be able to refuel Indian aircraft that have entered airspace near Australia. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. റീഫ്യൂവലിംഗ് എഗ്രിമെൻറ്റ്, അതായത് ആ പ്ലെയിൻസിനെ ഇന്ത്യൻ എയർക്രാഫ്റ്റിനെ റീഫ്യൂൽ ചെയ്യാനുള്ള എഗ്രിമെൻ്റ് ആണിപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടിയിട്ടാണ് ഈ എയർ ടു എയർ റീഫ്യൂവലിംഗ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻഷുർടെക് സെക്ടർ അട്രാക്റ്റഡ് $2.5 billion ഫണ്ടിങ്, മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഫ്ലോ. അപ്പോൾ ഇൻഷുർടെക് സെക്ടർ
ടോട്ടൽ $2.5 ബില്യൺ ഫണ്ടിംഗ് ആണ് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വിശദമായിട്ട് വായിക്കാം. ഇന്ത്യൻ ഇൻഷുർടെക് സെക്ടർ ഹാസ് മൊബിലൈസ്ഡ് $2.5 ബില്യൺ over the years, and the industry is expected to attract more investment in the future as there are significant growth opportunities in the space, according to Boston Consulting Group and India Insurtech Association report. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇൻഷുർടെക് സെക്ടർ ഇപ്പോൾ $2.5 ബില്യൺ ഫണ്ടിംഗ് ആണ് അട്രാക്റ്റ് ചെയ്തത്. ഇനി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് ഫ്ലോ ചെയ്യുമെന്നാണ്, ഇൻഷുർടെക് സെക്ടറിലേക്ക് ഫ്ലോ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രിവൺ.